നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് നട്ടപ്രാന്തിളകിയിരിക്കുകയാണ്. നല്ലത് പറഞ്ഞാലും അവരുടെ മെക്കിട്ട് കയറും. കേരളത്തിൽ ചൂട് കൂടിയത് കൊണ്ടാണോ അതോ മകളെ SFIO തൂക്കുമെന്ന ഭയം കൊണ്ടാണോ എന്നറിയില്ല, വെളിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പെരുമാറിയത് വലിയ വിവാദത്തിനും ഒച്ചപ്പാടിനും വഴിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിരട്ടും ആജ്ഞാപിക്കലുമൊക്കെ അങ്ങ് ക്ലിഫ് ഹൗസിൽ പോയി കമലയോടും വീണ വിജയനോടും മതിയെന്നാണ് മലയാളികൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള അവതാരകയുടെ വാക്കുകളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പൊതുവേദികളിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ പിണറായിക്കൊരു ഹരമായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ മുഖാമുഖം പരിപാടി വെറും ഒരു ഊളത്തരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ ധാർഷ്ട്യവും ആജ്ഞാപിക്കലും മാത്രമാണ് നടക്കുന്നത്. കുറെ അടിമകൾ വന്നിരിക്കുന്നു, രാജാവ് തള്ളിമറിക്കുന്നു, അടിമകൾ കൈയടിക്കുന്നു. എതിർത്ത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു പോയാൽ അവൻ പടിക്ക് പുറത്താണ്. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തീരെ അങ്ങോട്ട് പിടിക്കില്ല. പ്രസംഗവേദികളിൽ അല്ലെങ്കിൽ പൊതുവേദികളിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിപ്പോയാൽ പോലും വഴക്ക് പറയും. ഇതാദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് പറയുന്നത്. മുഖ്യമന്ത്രി ഇൻസാഫിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോൾ താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ഇതായിരുന്നു അവതാരക പറഞ്ഞ ഒരു വാക്ക്. അത് അവരുടെ ജോലിയാണല്ലോ, ഒരാൾ പ്രസംഗിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല വാക്ക് പറയുക, അടുത്ത ആളെ വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് പിണറായി വിജയന് പിടിച്ചില്ല. ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങി അതിനുശേഷം സിനിമാ സ്റ്റൈലിലൊന്ന് തിരിഞ്ഞു നോക്കുന്നു. തൊട്ടു പിന്നാലെ അമ്മാതിരി കമൻറ്റ് വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി. ഇതായിരുന്നു ക്ഷോഭത്തോടെ മുഖ്യമന്ത്രി കമന്റ് ഇട്ടത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ചമ്മി നാറിപ്പോയി. കാരണം എന്താണെന്നറിയാവോ? ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ലെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ സോറി പറയാനോ അയ്യോ രാജാവെ ക്ഷമിക്കണമേ എന്നൊന്നും പറയാൻ നിന്നില്ല. അവർ പുല്ല് വില പോലും കൊടുത്തില്ല. ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവർ അടുത്ത ആളെ വിളിച്ചു. റവന്യൂ മന്ത്രി കെ രാജനെ ക്ഷണിച്ചു. കെ രാജൻ വന്ന് നിന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അടുത്ത പ്രസംഗം നടത്തി പുള്ളിക്കാരൻ പോയി. മുഖ്യമന്ത്രി വഴക്ക് പറഞ്ഞിട്ടും ക്ഷോഭിച്ചിട്ടും എന്തുകൊണ്ട് അവതാരക പേടിച്ചില്ല? രാജാവിനെ കണ്ട് എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും അണികളെയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പുല്ല് വില പോലും തരില്ല. അത് തന്നെയാണ് കാര്യം. ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലെത്തി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് തൻ്റെ വേദന പങ്കുവെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പുകഴ്ത്തലിലെ അപ്രിയത അറിയിച്ചു എന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ A റഷീദ് ആയിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്നത്. റഷീദിനോടാണ് മുഖ്യമന്ത്രി ഈ കമന്റിനെ കുറിച്ച് പറഞ്ഞത്. മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിലും ചടങ്ങിലുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനാണ് ഇന്ന് തുടക്കമായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ ഹാളിൽ നടന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. എന്ത് പുണ്ണാക്കിനാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നവകേരള സദസ്സെന്നും പറഞ്ഞുകൊണ്ട് കൊട്ടി ഘോഷിച്ച് ഒരു ബാലെ നടത്തി. കോടികൾ പൊടിച്ചതല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് കേരളത്തിലെ ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല. ഇതുകൂടാതാണ് ഇനിയിപ്പോൾ ഓരോ വിഭാഗങ്ങളെ ചെന്ന് കണ്ട് അവരുടെ ആവലാതിയും പ്രശ്നങ്ങളും കേട്ട് പരിഹാരം കാണുമെന്ന് തള്ളിമറിക്കുന്നത്. അല്ല, 7.5 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ബാക്കിയുള്ള 2.25 കൊല്ലത്തിനുള്ളിൽ എല്ലാം അങ്ങ് ശരിയാക്കുമെന്നാണ് പറയുന്നത്. 7.5 കൊല്ലം കൊണ്ട് കഴിയാത്തത് ഈ 2.25 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു വലിയ ഉഡായിപ്പാണ്. നവകേരള സദസ്സിനിടെ മുൻമന്ത്രി KK ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. ഇതിന് സമാനമായി പ്രൊഫസർ PS ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചതും വലിയ ചർച്ചയായതാണ്. കൂടാതെ പ്രകാശം കൂടിയ ലൈറ്റിംഗ് സംവിധാനത്തിനെതിരായ പ്രതികരണവും മൈക്ക് ഓപ്പറേറ്റർ വിഷയവും എല്ലാം കേരളം ചർച്ച ചെയ്തതാണ്. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു ഇന്ന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്നത്. വേദിക്ക് പിന്നിലായിരുന്നു അവതാരക നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദം മാത്രമേ പുറത്ത് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണം വന്നിട്ടും പകച്ചില്ല എന്നതാണ് വസ്തുത. ആ അവതാരക പുല്ല് വില കൊടുത്തില്ല.
വെളിവില്ലാത്ത മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് വെച്ച് വെളിവുള്ള ചേച്ചി അതിനിടയിൽ കയറി ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ചേച്ചി മിണ്ടാതിരുന്നു എന്നല്ല, അതിനൊരു വില കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി തൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി നിൽക്കുകയാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടെ വെളിവില്ലാതെ പെരുമാറുന്നത്. മകളുടെ കാര്യത്തിൽ ആദ്യ പിടിച്ച് നടക്കുന്ന ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം മലയാളികളെ. മകൾ അഴിക്കുള്ളിലാകുമോ, കട്ട മുതലെല്ലാം കൈവിട്ടു പോകുമോ, അങ്ങനെ ഉറക്കമില്ലാതെ നടക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആയി പോയതുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് പൊതുമധ്യത്തിൽ വരുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അപ്പോഴും മനസ്സങ്ങ് ക്ലിഫ് ഹൗസിൽ മകളുടെ അടുത്താണ്. മകളെ തൂക്കിക്കൊണ്ട് പോവുമോയെന്ന് ആരെങ്കിലും വേദിയിൽ നിന്ന് നല്ലത് പറഞ്ഞാലും മൂപ്പരുടെ വിചാരം തന്നെ ആക്കിയതാണോ അതോ ശരിക്ക് പറഞ്ഞതാണോ എന്നാണ്. ആക്കിയതാണെന്ന് വിചാരിച്ചാണ് ഈ ഉറഞ്ഞു തുള്ളുന്നത്. അത് ബാക്കിയുള്ളവരുടെ കുഴപ്പമല്ല, മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥയുടെ പ്രശ്നം മാത്രമാണ്. ഏതായാലും കേരളം ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. ജനങ്ങളുടെ മെക്കിട്ട് കയറുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളെന്ന് പോലും നോക്കാതെ അവരുടെ മെക്കിട്ട് കയറുന്നു. ഇതൊക്കെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി കമലയെയും വീണ വിജയന്റെയും അടുത്ത് കാണിച്ചാൽ മതി. പിണറായിയുടെ ഷോ കാണാനിരിക്കുവല്ല ഇവിടെ ബാക്കിയുള്ളവർ, അത് മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയാണ്, അത് നമ്മൾ സമ്മതിച്ചു. അല്ലാതെ മലയാളികളുടെ എല്ലാം കൂടി അട്ടിപ്പേർ അവകാശം അങ്ങ് ഏറ്റെടുക്കാൻ നിൽക്കരുത്. വെളുപ്പിക്കാൻ സർക്കാർ തുടങ്ങി വെച്ച മുഖാമുഖം പരിപാടി ഉണ്ടല്ലോ, വലിയ തോൽവിയാണ്, പറയാതിരിക്കാൻ വയ്യ. മാധ്യമങ്ങളെ പോലും അടുപ്പിക്കാതെ സർക്കാർ നടത്തുന്ന പിണറായിസം ഷോ, അവിടെയും ചോദ്യം ചോദിക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറും. അമ്മാതിരി ചോദ്യം എന്നോട് വേണ്ടെന്ന ധാർഷ്ട്യം. ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ് പിണറായി. സർക്കാരും ആദിവാസി സമൂഹവുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല. ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ ഇറക്കി വിട്ടു. സംഭവം വേറൊന്നുമല്ല, രാജാവ് പറയും, വേദിയിലിരിക്കുന്നവർ അത് കേൾക്കണം, കൈതട്ടണം, പുകഴ്ത്തണം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അത് രാജാവിന് പിടിക്കില്ല. പൊതുവേദിയിലാണ് ഒരു സ്ത്രീയെ അപമാനിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന സ്ത്രീപക്ഷ പാർട്ടി എന്ന് തള്ളുന്നവരുടെ അതിൻ്റെ തലമുതിർന്ന നേതാവാണ് ഒരു സ്ത്രീയെ പൊതുവേദിയിൽ അപമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.